കാശ്മീർ സൊലൈ. ആ നമ്മൾ കാശ്മീരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതിന് കിലോയ്ക്ക് ഏകദേശം 9,000 രൂപ വരുന്നുണ്ട്. 9,000 രൂപ. അതിന്റെ നമ്മളൊരു കാട്ടു തുളസി എന്നൊക്കെ പറയും. അതിന്റെ ഒരു പ്ലാന്റേഷനിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇതാണ് സിദർ ഹണി. സിദർ എന്ന് പറഞ്ഞ ഒരു മരമാണ് കേട്ടോ. ഈ മരങ്ങൾ മെയിൻ ആയിട്ട് വളരുന്നത് 2 സ്ഥലത്താണ്. ഒന്ന് കാശ്മീരിൽ, പിന്നെ ഒന്ന് യമൻ. ഇത് കാശ്മീരിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഈ തേനിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള തേനിൽ പെടുന്ന ഒരു തേനാണത്. 3ാമത്തെ ഏറ്റവും വില കൂടിയ തേനും ഇത് തന്നെയാണ്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതായത് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് കൂടുതലാണ്, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് കൂടുതലാണ്. വിറ്റമിൻ എ ഉള്ളതുകൊണ്ട് ഐയുടെ ഇൻഫെക്ഷന് നല്ലതാണ്. പിന്നെ ലിവറിന്റെ ഫംഗ്ഷന്, ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനൊക്കെ ഒരുപാട് നല്ലതായിരിക്കും സിദർ തേന്. പ്രൈസ് എങ്ങനെ തന്നെ? ഇത് കിലോയ്ക്ക് 2,150 രൂപയായിരുന്നു. 2,150. ഓക്കെ. ഇത് തുളസി തേന്. കൃഷ്ണ തുളസി അല്ല, രാമതുളസി പ്ലാന്റേഷനിൽ നിന്നാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. ഇത് കഫിന്, കോൾഡിന്, റെസ്പിറേറ്ററി ഇഷ്യൂസ്, ലങ് ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ, ആസ്മയ്ക്ക്, ഹാർട്ടിന്റെ ഹെൽത്തിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് കിലോയ്ക്ക് ഏകദേശം 750 രൂപയാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഞാവൽപ്പഴത്തിന്റെ തേനിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജാമുൻ എന്ന് പറയും കേട്ടോ. ഞാവൽപ്പഴത്തിന്റെ ഫ്ലേവർ. ഞാവൽപ്പഴം മറ്റു ഫ്രൂട്ട്സിനെ അപേക്ഷിച്ചിട്ട് ഞാവൽപ്പഴത്തിലാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവ്. സോ ഷുഗർ പേഷ്യൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഹീമോഗ്ലോബിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തേനാണ് ബെസ്റ്റ് ഓപ്ഷൻ. പ്രൈസ് എങ്ങനെയത്? ഇത് കിലോയ്ക്ക് 860 രൂപ വരുന്നുണ്ട്. ഓക്കെ.